ലക്ഷദ്വീപ് എന്നൊരു ബ്രാൻഡ് വരിക എന്ന് പറയുന്നത് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയാ, ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഫസ്റ്റ് ജന്മം കൊള്ളുന്നത്. ലുലുവിലേക്ക് ഞങ്ങൾ എത്തിക്കാനുള്ള ഇതൊക്കെ തുടങ്ങി. അതിന് ഞങ്ങൾക്ക് ബാർകോഡ് വേണം. ഞങ്ങൾ ലക്ഷദ്വീപുകാർക്ക് ഒരുപാട് അറിവുകൾ കുറവാണ്. ഞങ്ങൾ ഈ സംഭവത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു തരും. അപ്പോൾ ലുലുവിൽ ഞങ്ങളെ സമീപിച്ചപ്പോൾ അവർ വളരെ വളരെ വെൽക്കം ചെയ്തു. പക്ഷെ അവർക്ക് അവരുടെ പ്രോസസ്സ് ഉണ്ടല്ലോ, അവരൊരു ഷെഡ്യൂളും ഒരു റൂളും ഉണ്ടല്ലോ. അപ്പൊ ആ റൂളിൽ എന്തായാലും അതിന് ബാർകോഡ് വേണം. ലക്ഷദ്വീപിൽ വരുന്ന VIP-സിന് നമ്മുടെ പ്രൊഡക്റ്റാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു നമുക്ക് അനുഭവമാണ്. ഞങ്ങളെ എല്ലാ അവസ്ഥയിലും ഏത് സമയത്തും കേരളമാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. അതെ, അത് കേരളക്കാരാണ് ഞങ്ങൾക്ക് വരുന്ന വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ചേർത്ത് പിടിക്കുന്നത് കേരളമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് കേരളത്തിൽ ഈ സംഭവം നമ്മൾ ആദ്യമായിട്ട് വിപണിയിലേക്ക് ഇറക്കുന്നത്. അപ്പൊ കേരളക്കാരും ഞങ്ങളെ ഒരു വളർത്തമ്മയാണ് കേരളം. ന്യൂട്രീഷൻ ടെസ്റ്റിൽ കാണാം 0 കൊളസ്ട്രോൾ ഇതിന്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ താങ്കളൊരു വലിയ പ്രൊഡക്റ്റുമായിട്ടാണ് ലക്ഷദ്വീപിൽ നിന്ന്, നമ്മുടെ മലയാളികളെ ഏറ്റവും കൂടുതൽ കൗതുകമുള്ള ഒരു സ്ഥലമാണ്. ഒട്ടേറെ വെറൈറ്റികൾ നിലനിൽക്കുന്നതാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൽ നിന്ന് മലയാളത്തിലേക്കൊരു പുതിയ പ്രൊഡക്റ്റ് ഫസ്റ്റ് പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു കൗതുകം എന്ന് പറയാൻ പറ്റും? ലക്ഷദ്വീപിലെ കൊച്ചിയിൽ നിന്ന് ഏറ്റവും അടുത്ത്, കേരളത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കൽപ്പീനിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ പേര് അസറുദ്ദീൻ എന്നാണ്. എല്ലാവരും അസറു എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാൻ ഒരു ലക്ഷദ്വീപിൽ നിന്ന് ഒരു ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ ലക്ഷദ്വീപിൽ സുലഭമായി കാണുന്ന, ലക്ഷദ്വീപിൽ എപ്പോഴും ഏത് തിരിഞ്ഞാലും കാണുന്ന തെങ്ങാണ്. ആ തെങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളൊരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ആ തെങ്ങിൽ നിന്ന് തന്നെ ആദ്യം ഒരു ബ്രാൻഡിലേക്ക് വരണമെന്നുള്ള ആഗ്രഹവും അതിൻ്റെ ഒരു പരിശുദ്ധിയും ഉൾക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു ഉരുക്ക് വെളിച്ചെണ്ണ, തനതായി ദ്വീപിലുണ്ടാക്കുന്ന ഒരു സംഭവം, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സാധനം, അതൊരു ബ്രാൻഡ് ചെയ്തു. പക്ഷെ ആ ബ്രാൻഡിന് ഞങ്ങൾ നൽകിയ പേര് ലക്ഷദ്വീപ് തനിമ വേണമെന്നുള്ള ഞങ്ങളുടെ നിർബന്ധ ബുദ്ധിയിൽ ഫസ്റ്റി എന്നാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്. ഫസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പക്ഷിക്ക് പറയും, നമ്മൾ കേരളത്തിൽ നമ്മളൊക്കെ പക്ഷി എന്ന് പറയും. ഞങ്ങളെ ഭാഷയിൽ ഞങ്ങൾ പക്ഷിയെ പറയുന്നത് ഫസ്റ്റി എന്നാണ്. അപ്പോൾ ഞങ്ങളെ ഭാഷയിൽ നിന്ന് തന്നെ ആവണം ഞങ്ങളെ ബ്രാൻഡിൻ്റെ പേര് എന്നുള്ള ഒന്നാമത്തെ ഇതിലാണ് ഞങ്ങൾ ഫസ്റ്റി എന്ന് പേരിട്ടത്. അപ്പോൾ നമ്മുടെ സ്വതസിദ്ധമായ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള തേങ്ങ, നാടൻ തേങ്ങയെ അതിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നൊരു പ്രോസസ്സ് മുമ്പ് പഴമക്കാരൊക്കെ കേരളത്തിൽ ഒരുപാട് ഉപയോഗിച്ചു വരുന്നൊരു പരമ്പരാഗത രീതിയാണ്. ഇന്നധികം ഇത് കാണാനുമില്ല. ഇത് ജനകീയമാക്കുന്നതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വന്നത്? അതായത് നമ്മളെ പഴയ കാലത്തിൽ നമുക്ക് ഒരുപാട് ലഭിച്ചൊരു പ്രൊഡക്റ്റാണ് അത്. നമ്മൾ എല്ലാ വീടുകളിലും ഒരു ബോട്ടിലെങ്കിലും ഈ ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ നമ്മളെ വീടുകളിലെ അടുക്കള ഷെൽഫുകളിലൊക്കെ ഉണ്ടാവും. നമ്മളെ പ്രസവിച്ച കുട്ടികൾക്ക്, പ്രസവിച്ച സ്ത്രീകൾക്ക്, നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം നമ്മൾ കുട്ടികളൊക്കെ വീടുകളിൽ തേച്ച് കുളിപ്പിക്കുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം എല്ലാവരും തിരക്കിലേക്ക് മാറി, ആർക്കും ഇതിനൊന്നും സമയമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു സമയമില്ലാത്ത ആൾക്കാർക്ക് ഒരുപാട് പേരോട് സംസാരിച്ചപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുക ഈ ഉരുക്ക് വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഒരു ആളെന്നോട് പറഞ്ഞത്, ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷെ ഇത് വിപണിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെന്താ നിങ്ങൾക്ക് ബ്രാൻഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴാണ്, അതിൽ നിന്നാണ് നമ്മൾ ഈ ബ്രാൻഡിലേക്ക്, ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്തുകൂടാ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന തേങ്ങ എന്ന് പറയുന്നത് 100% ഓർഗാനിക്കാണ്. ലോകത്ത് അങ്ങനത്തെ ഒരു തേങ്ങ, അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവുന്നില്ല. കെമിക്കൽ ഉപയോഗിക്കുന്നില്ല, രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ലക്ഷദ്വീപിൽ അങ്ങനെ വളപ്രയോഗങ്ങൾ നാളികേരങ്ങൾ അല്ലെങ്കിൽ തെങ്ങിനില്ല. അതാണോ ഇതിന്റെ വള എന്നല്ല, ഒരു വസ്തു പോലും, ഒരു ജൈവവള പോലും ആ ലക്ഷദ്വീപത്തെ തെങ്ങുകളിൽ ഉപയോഗിക്കുന്നില്ല. പക്ഷെ അത് എന്താ പറയുക, അവിടുത്തെ കാലാവസ്ഥയും അവിടത്തേക്ക് പ്രകൃതി ഒരുക്കിയ ഒരു വരദാനാണ് തെങ്ങ്. അത് ലക്ഷദ്വീപുകാരുടെ വരുമാനവും ലക്ഷദ്വീപുകാരുടെ ജീവിത മാർഗവുമാണ് തെങ്ങ്. ആ തെങ്ങെന്ന വികാരം കേരളത്തിലും തെങ്ങാണല്ലോ, കേരവൃക്ഷങ്ങൾ തിങ്ങി നിന്ന സ്ഥലമാണല്ലോ കേരളം. പക്ഷെ ലക്ഷദ്വീപിന്റെ തെങ്ങിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ലക്ഷദ്വീപിൽ നിന്ന് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്തിട്ട് വരുന്നത്. ആദ്യമായിട്ട് ലക്ഷദ്വീപത്തെ ഒരു പ്രൊഡക്റ്റിന് ആദ്യമായിട്ടാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാകുന്നത്. ഒരു മാർക്കറ്റിൽ കുറഞ്ഞ സമയമായിട്ടുള്ള, ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 3 വർഷത്തോളം ഇതിനു വേണ്ടി പഠനങ്ങളും
കഠിനമായ പഠനങ്ങൾ, ഒരുപാട് മേഖലയിൽ ഇതെങ്ങനെ വിപണിയിലേക്ക് വന്നാൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളും. അപ്പോൾ നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്യുവർ സാധനം ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ഒരു കെമിക്കലും ചേർക്കാത്ത ഒരു സാധനം, ജനങ്ങൾക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു ഫസ്റ്റ്. ഇപ്പം ഈ വെന്ത വെളിച്ചെണ്ണയും കേരളത്തിൽ പൊതുവേ കണ്ടുവരുന്ന ആട്ടിയ വെളിച്ചെണ്ണയും ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും? അത് വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിൽ ഞങ്ങൾ പരമ്പരമായി കേട്ട് വരുന്നത് നെയ്ക്ക് തെങ്ങ് കയറുക എന്ന് പറയും. ഞങ്ങൾ എല്ലാ തേങ്ങയിൽ നിന്നും ഈ നെയ്യ് ഉണ്ടാക്കൂല. അത് ഞങ്ങൾ കറക്റ്റ് ഒരു ഭാഗമായ തെങ്ങിൽ നിന്നാണ് ഇത്തിരി ദിവസമായ, അതൊരു 40 ദിവസമായ തേങ്ങയിൽ നിന്ന് ആണ് ഈ നെയ്യ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റേത് നമ്മൾ കൊപ്പര ഉണ്ടാക്കി ആ കൊപ്പര ഉണക്കി ആട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓയിലുണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിൽ നിന്ന് കുറുക്കി ഉണ്ടാക്കുന്നതാണ് ഇത്. ഡയറക്റ്റ് പാലിൽ നിന്നാണ് ഈ സംഭവം കുറുക്കി ഉണ്ടാക്കുന്നത്. അതാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായി. അപ്പം ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ഇതിപ്പം ദേഹത്ത് തേക്കാനാണെങ്കിലും ഇപ്പോൾ ഓയിൽ ബാത്ത് എന്നൊക്കെ പറഞ്ഞ് ചികിത്സാ രീതിയൊക്കെ ഉണ്ടല്ലോ, തല കുളിച്ചുള്ള എണ്ണ തേച്ചുള്ള കുളി, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഉപയോഗിക്കാനൊക്കെ എണ്ണ ഇത് പ്യൂറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ അങ്ങനെയും കേട്ടിട്ടുണ്ട്. ഇതിന്റെ ന്യൂട്രീഷൻ ടെസ്റ്റിൽ കാണാം 0 കൊളസ്ട്രോൾ ഇതിന്, ഓയിലുകൾക്ക്. പിന്നെ അതുമല്ലാതെ നമ്മൾ പരമ്പരാഗതമായിട്ട് കുറേ നമ്മളെ ആയുർവേദ വൈദ്യന്മാർ, ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഡോക്ടേഴ്സൊക്കെ പറയുന്ന കേൾക്കാം, അതായത് വയറ്റിൽ, അതായത് രാവിലെ ഉറങ്ങി എണീച്ചാൽ ഒരു ടീസ്പൂണ് ഉരുക്ക് വെളിച്ചെണ്ണ കുടിച്ചാൽ നമ്മുടെ വയറ്റിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളുകളും, പിന്നെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഇത് ഒരു എളുപ്പമായിരിക്കും. ഇത് നമ്മൾ പെട്ടെന്നുണ്ടാക്കിയ ഒരു സംഭവമല്ല. ഇത് പാരമ്പര്യമായിട്ട് നമ്മൾ കൈമാറി വന്ന, കേരളീയരും എല്ലാവരും കൈമാറി വന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു സംഭവമാണത്. തീർച്ചയായിട്ടും ലക്ഷദ്വീപിൽ നിന്ന് ഇത്ര ഒരു ആഗോള ബ്രാൻഡിലേക്ക് ഈ ഫക്സ്കി എത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം? ഇത് എന്താ പറയാന്ന് അറിയോ, നമ്മളൊരു പ്രൊഡക്റ്റ്, ഞാൻ ഈ വിഷൻ എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബക്കാരോടൊക്കെ അവതരിപ്പിച്ചപ്പോൾ അവരൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പരിചയമുള്ള ഒരു മുഖവും പേരുമായിരിക്കും ഇബാദുർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇബാദുർ റഹ്മാനോട് ഞാൻ ഈ വെളിച്ചെണ്ണ മൂപ്പർക്ക് കൊടുത്തപ്പോൾ മൂപ്പര് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഇതെന്താ നമുക്ക് ബ്രാൻഡ് ചെയ്താൽ എന്താണ്? ഇതിന് സ്കിന്നിന് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. ഇതൊന്നുമല്ല, അതായത് പ്യുവർ സാധനം. നമ്മൾ ഡ്രൈ സ്കിന്നിൽ വരുന്ന അലർജികൾ, ഇതൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ ഇതൊക്കെ മാറും. അപ്പോൾ ഇതെന്തുകൊണ്ട് ബ്രാൻഡ് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഇബാദുർ റഹ്മാൻ എന്ന എൻ്റെ സുഹൃത്ത് എന്ന് പറയാം, എൻ്റെ വഴികാട്ടി എന്ന് പറയാൻ, ജ്യേഷ്ഠൻ എന്ന് പറയാം, മൂപ്പരാണ് ഇത് എനിക്ക് തോട്ടിട്ടിരുന്നത്. അപ്പോൾ മൂപ്പരുടെ ആ ഒരു ഫ്രണ്ട് സർക്കിളിലാണ് ഈ സാധനം ബ്രാൻഡിലേക്ക് എത്തുന്നത്. പിന്നെ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്ന ഈ ബ്രാൻഡ് വരുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ലക്ഷദ്വീപിൽ നിന്ന് ഒരു ബ്രാൻഡ് വരിക എന്ന് പറയുന്നത് ഭയങ്കര, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക, ഒന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഫസ്കി ജന്മം കൊള്ളുന്നത്. ഫസ്കി എന്ന പ്രൊഡക്റ്റിനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് സെലിബ്രിറ്റികളുടെ കൈകളിലേക്ക് എത്തിക്കാനേ ഒരുപാട് കഠിനാധ്വാനം ചെയ്തതും, പിന്നെ നമ്മളെ ഫസ്കി എന്ന പേജിനെ സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ റീച്ചാക്കിയ വലിയ കൽബിൻ്റെ ഉടമയാണ് നമ്മളെ സാജിദ് ദഹിയ. മൂപ്പര് ഓർക്കാതെ ഒരിക്കലും ഫസ്കിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. വളരെ എന്താ പറയുക, വൈകാരികമായിട്ടും വളരെ സങ്കടമായിട്ടും ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ട് ഈ ഫസ്കി എന്ന ബ്രാൻഡിന്. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒരു ഇ-കൊമേഴ്സ് വിപണിയിലായിട്ട് കാണോ, അതോ അല്ലാതെയുള്ള പരമ്പരാഗത വിപണിയാണോ ലക്ഷ്യം വെക്കുന്നത്? നമ്മൾ 2 വിപണിയും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. 2 വിപണിയുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് നല്ല എല്ലാ മാർക്കറ്റിലേക്കും നമ്മൾ സാധനം എത്തിച്ചാൽ നമ്മുടെ സാധനത്തിന്റെ വാല്യൂ നഷ്ടപ്പെടും. ഇത് അന്വേഷിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് ജീവിതത്തിൽ നല്ലത് കഴിക്കണം, നല്ലത് ഉപയോഗിക്കണം, മായം ചേരാത്തത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ എത്തിപ്പെടുന്ന കടകളിലേക്കാണ് നമ്മൾ ഈ സാധനം വിപണിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ കൊച്ചിയിൽ ഒരുപാട് നല്ല കടകളിലേക്ക്, ഏദൻ ഫ്രഷ് പോലുള്ള നല്ല പ്രീമിയം കടകളിലേക്ക് ഈ സാധനം സുലഭമാണ്, അവിടെ സാധനം ലഭിക്കും. പിന്നെ നമ്മൾ ഫസ്കി എന്ന വെബ്സൈറ്റിലും സാധനങ്ങൾ ലഭ്യമാണ്. വെബ്സൈറ്റ് വഴിയും നമുക്ക് ഓർഡർ ചെയ്താൽ ഡെലിവറി, ഓൺലൈൻ ഡെലിവറി ഉണ്ട്.
ഇപ്പോൾ റീസെൻ്റ്ലി ലുലുവിലേക്കൊക്കെ ഹൈപ്പർ മാർക്കറ്റ്സിലേക്കൊക്കെ എത്തിക്കാൻ പോകുന്നത്. ലുലുവിലേക്ക് ഞങ്ങൾ എത്തിക്കാനുള്ള ഇതൊക്കെ തുടങ്ങി. അതിന് ഞങ്ങൾക്ക് ബാർകോഡ് വേണം. ഞങ്ങൾ ലക്ഷദ്വീപുകാർക്ക് ഒരുപാട് അറിവുകൾ കുറവാണ്. ഞങ്ങൾ ഈ സംഭവത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചു തരും. അപ്പോൾ ലുലുവിൽ ഞങ്ങളെ സമീപിച്ചപ്പോൾ അവർ വളരെ വളരെ വെൽക്കം ചെയ്തു. പക്ഷെ അവർക്ക് അവരുടെ പ്രോസസ്സ് ഉണ്ടല്ലോ, അവരൊരു ഷെഡ്യൂളും ഒരു റൂളും ഉണ്ടല്ലോ. അപ്പോൾ ആ റൂളിൽ എന്തായാലും അതിന് ബാർകോഡ് വേണം. അപ്പോൾ നമ്മൾ ബാർകോഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ബാർകോഡ് ലഭിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ലുലുവിലും പ്രൊഡക്റ്റ് വരും. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇനി മറ്റൊരു ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, സാധാരണ ഇത് കൊപ്ര ആട്ടിയാണ് സാധാരണ ഇവിടെ കേരളത്തിൽ ഒരു ശൈലി കാണുന്നത്. ഇത് 1-ാം പാല് 2-ാം പാൽ എടുക്കുന്നു, അതിൽ നിന്ന് അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ തേങ്ങയിൽ നിന്ന് ഈ സംഭവം നമ്മൾ ഉണ്ടാക്കൂല. ഒരു ഭാഗമായ തേങ്ങയിൽ നിന്ന് നമ്മൾ ആ പച്ച തേങ്ങനെ വെട്ടിയിട്ട് തേങ്ങ ചിരവും. അപ്പം നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് ഫസ്റ്റ് പീര ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് വൈറ്റ് കളർ പീര, അത് വേറെ തന്നെ എടുത്ത് പിഴിയും, അത് വേറെ തന്നെ എടുത്ത് മാറ്റി വെക്കും. അടിപ്പീര എന്ന് പറയും, അതായത് ആ ബ്രൗൺ കളർ വരുന്ന അടിപ്പീര, അതും വേറെ മാറ്റി വെക്കും. ഈ ഫസ്റ്റ് പീരയിൽ നിന്ന് നമ്മൾ ആദ്യം ചിരവിയതിന് ശേഷം അത് പിഴുങ്ങും. ഏകദേശം ഒരു 2 മണിക്കൂറോളം നല്ല പിഴുങ്ങും ഈ സാധനം. പിഴുങ്ങിയിട്ട് ആ പിഴുങ്ങിയ പീര നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയും, നല്ല പിഴിഞ്ഞെടുക്കും. ആ പിഴിഞ്ഞ് കിട്ടുന്ന ഫസ്റ്റ് പാലുണ്ടല്ലോ, അതാണ് 1-ാം പാൽ എന്ന് പറയുന്നത്. പിന്നെ അത് വീണ്ടും വീണ്ടും പിഴിയും, അത് 2-ാം പാൽ. ഈ 3-ാമത്തെ പിഴിയുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ വെള്ളം ഒന്ന് ഈ കിഴിയിൽ നമ്മളൊന്ന് ചേർക്കും. അത് എന്നിട്ട് ആദ്യം ഈ 3 ഫസ്റ്റ് പാല് കുറുക്കി അതിന് ശേഷം കിട്ടുന്ന കുറുക്കി ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ ഈ ബാക്കി സാധനങ്ങൾ ഇതിൽ ചേർത്ത് കൊടുക്കും, അടിയും. എന്നിട്ട് അതും ഒന്ന് കുറുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് കുറുങ്ങി വരുമ്പോൾ ആ പരിസരങ്ങളിലൊക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരും. ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഒരു ഗന്ധം നമുക്ക് കിട്ടും. അതെ, വല്ലാത്തൊരു അത് ഒരു പഴയ കാലത്തെ ഇതിലേക്കുള്ള ഒരു സ്മെല്ല്, ആ സ്മെല്ലാണ് ഇതിന്റെ ഏറ്റവും വലിയ. ആ സ്മെല്ല് വരുന്നതോടുകൂടി ഇതിന്റെ പ്രോസസ്സിങ് അവസാനിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരും. ഇത് നല്ലൊരു ഗോൾഡ് കളറിലായിരിക്കും ഈ വെളിച്ചെണ്ണ വരിക. ഇത് എന്താ പറയുക, ഇത് ഫിൽറ്റർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ഗവൺമെന്റ് പിന്തുണയുണ്ടല്ലോ, ലക്ഷദ്വീപിന്റെ ഭരണകൂടമാണെങ്കിലും കേരളത്തിലെ മറ്റു മേളകളിലൊക്കെ ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയായിരുന്നു നമ്മൾ ഇപ്പൊ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ, ഈ ഓർഗാനിക് പ്രൊഡക്റ്റുകൾ വിപണിയിൽ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിൽ നമ്മളെ വിളിച്ചിരുന്നു ഗവൺമെന്റ്. കേരള കാർഷിക വകുപ്പ് മന്ത്രി നമ്മളെ വിളിച്ച് നമ്മളെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു, മൂപ്പരുടെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ പങ്കുവച്ചു. അപ്പോൾ കേരള ഗവൺമെന്റ് നമുക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇപ്പൊ ലക്ഷദ്വീപിൽ വരുന്ന VIPസിന് നമ്മുടെ പ്രൊഡക്റ്റാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു നമുക്ക് അനുഭവമാണ്. ലക്ഷദ്വീപിൽ വരുന്ന മിനിസ്റ്റേഴ്സിന് ആയിക്കോട്ടെ, ലക്ഷദ്വീപ് VIPസിന് നമ്മളെ പ്രൊഡക്റ്റ് വെച്ചുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് അവർ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് വലിയൊരു അപ്രീസിയേഷൻ. ഞങ്ങൾക്ക് നമ്മളൊരു ആഗ്രഹം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന് ഈ സാധനം നേരിട്ട് കൈമാറണം എന്നുള്ള ഒരു ആഗ്രഹം, അതിനുള്ള ഫോളോഅപ്പും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഡ്മിനിക്ക് അവിടെ ഓൾറെഡി ഇതിന്റെ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്ന പ്രായോഗികമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? അവിടെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, തുടങ്ങിയിട്ടില്ല. ഇതൊരു പാരമ്പര്യ ഒരു പ്രൊഡക്റ്റ് ആണല്ലോ. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ തറവാട് വീട് ഏകദേശം 115 വർഷം പഴക്കമുള്ള എൻ്റെ തറവാട് വീടാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തത്. അപ്പോൾ ഒരു ലക്ഷദ്വീപിന്റെ തനതായ രൂപം, തനതായ ഒരു വീട് കാണാനോ, അവിടെ നമ്മളെ കൽപ്പേനിയിൽ വരുന്നവർക്ക് ഈ നമ്മളെ ഫാക്ടറി വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു എന്താ പറയാ, ഒരു ഈ പ്രൊഡക്റ്റിന്റെ തനിമയിൽ നിന്ന് കൊണ്ടുള്ള ഒരു കാലാവസ്ഥയിൽ നിന്നുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ പഴയ ലക്ഷദ്വീപിന്റെ തനിമയിലേക്ക് എത്തും. തീർച്ചയായിട്ടും. എന്തായാലും ഈ ബ്രാൻഡ് വലിയ രീതിയിൽ ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട, കാരണം പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ, അതും വെന്ത വെളിച്ചെണ്ണ എല്ലാ വിപണിയിലേക്ക് വലിയൊരു പ്രോസസ്സാണ്. ഒരുപാട് വിപണി ഉണ്ടാവാൻ സഹായിക്കട്ടെ. ലക്ഷദ്വീപുകാരെ പിന്തുണച്ചത് ഇതിൽ വരുന്ന ഒരു ലക്ഷദ്വീപിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് ജോലി കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ. അവിടുത്തെ ഒരു ശുദ്ധത ഉള്ള ഒരു പ്യുവർ സാധനം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ എല്ലാ അവസ്ഥയിലും ഏത് സമയത്തും കേരളമാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. അതെ, അത് കേരളക്കാരാണ് ഞങ്ങൾക്ക് വരുന്ന വിഷമങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ചേർത്ത് പിടിക്കുന്നത് കേരളമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് കേരളത്തിൽ ഈ സംഭവം നമ്മൾ ആദ്യമായിട്ട് വിപണിയിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ കേരളക്കാരും ഞങ്ങളെ ഒരു വളർത്തമ്മയാണ് കേരളം. അപ്പോൾ ചേർത്ത് പിടിക്കുക എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത്. തീർച്ചയായിട്ടും കേരളം ഞങ്ങളെ കൈവിടൂല എന്നുള്ള വിപണി സാധ്യത ഉള്ളത് കൊണ്ടാണ്